SK Junction. ഗുഡ് മോർണിംഗ്. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. അല്ല, നമ്മൾ ഇന്ന് ലഹരിയെ പറ്റി തന്നെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതമാണ് ലഹരി എന്ന് പറയുന്ന ക്യാമ്പയിൻ നമുക്ക് എല്ലാവരും ഒരുപോലെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രം പോലെ നമ്മൾ കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ അത് പ്രവൃത്തിയിൽ കൂടി അത് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ഈ ഒരു ടോക്കിലൂടെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജയചന്ദ്രൻ സാറിനെ വീണ്ടും വെൽക്കം ചെയ്യാം. അദ്ദേഹം നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണറാണ്. സാർ, നമ്മൾ കുറെ കാര്യങ്ങൾ ഈ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഓരോ മനുഷ്യനും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെങ്കിൽ സമൂഹത്തിന് തന്നെ വലിയൊരു ദോഷമായിട്ട് ബാധിച്ചേക്കാവുന്നതാണ്. സമൂഹം തന്നെ ഇതിനെതിരായിട്ട് നിൽക്കണം. ശരിക്കും ഈ ഒരു ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ കുറേയാണ്. എങ്കിലും നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞാലോ സാർ? അത് ഇന്നത്തെ ഒരു സാമൂഹ്യാവസ്ഥ, അതായത് സാമൂഹികമായ ചുറ്റുപാടുകൾ ഒക്കെ ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു ഘടകമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആഘോഷങ്ങൾക്ക് അതിരുകളില്ലാത്തൊരു ആഘോഷമാണ് ഒരു സൊസൈറ്റിയിൽ ഇപ്പം നമ്മൾ എല്ലാ മേഖലകളിലും. അപ്പോൾ അത് എന്ന് പറയുന്നത് പലപ്പോഴും നിയന്ത്രണം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ആൾക്കാർക്ക് പോലും പലപ്പോഴും അത് കഴിയാത്ത രീതിയിലുള്ള ഒരു സാമൂഹ്യാവസ്ഥ നമ്മുടെ ചുറ്റുപാടുകളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നവമാധ്യമങ്ങളുടെ സ്വാധീനം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ള സ്വാധീനമാണോ ദുസ്വാധീനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിരൽത്തുമ്പിലാണ് വിവരങ്ങൾ. അപ്പോൾ വിവരങ്ങൾക്ക് നമുക്ക് അതിർവരമ്പുകൾ നിശ്ചയിക്കാനാവില്ല. പക്ഷേ അതിൻ്റെ ഒരു ജെന്യൂനിറ്റി എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിവരം, ഇപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് അറിയണമെങ്കിൽ ഞങ്ങൾ ഒന്നുകിൽ അപ്രോച്ച് ചെയ്യുന്നത് അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ അധ്യാപകരോടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏത് രീതിയിലുള്ള വിവരവിനിമയമാണ് അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റേണ്ടത് എന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ള തരത്തിലുള്ള ആ ഒരു സംവിധാനം അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പം നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന വിവരം നമ്മൾ പിന്നെ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരുപാട് സമൂഹത്തിൽ പിന്നെ പല വിവരങ്ങളും തെറ്റായ വിവരങ്ങളാണ്. ഇതിൻ്റെ ഒരു ആധികാരികതയെ സംബന്ധിച്ചിട്ട് വിലയിരുത്താൻ നമുക്ക് ആർക്കും ആവില്ല. കാര്യം ആധികാരിക ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്ന് നമുക്ക് പറയാനുള്ള ഒരു ചുറ്റുപാട് അവിടെ ഇല്ല. അതേസമയം ഇത് വിവരം എങ്ങോട്ടാണോ വിനിമയം ചെയ്യപ്പെടുന്നത് അവരിതിൻ്റെ ഒരു പിന്നെ ആധികാരികത എന്നുള്ള നിലയിൽ തന്നെ പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ രൂഢമൂലമാവുകയും അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രവർത്തന ശൈലി അവർ കെട്ടിപ്പൊക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കൺസ്ട്രക്റ്റീവ് ആവണമെന്നില്ല, ചിലപ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ആവും. ഇപ്പം എല്ലാ വിവരങ്ങളും തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആധികാരികമായ വിവരങ്ങൾ കിട്ടുന്നത് വളരെ ചുരുക്കം മേഖലകളിൽ നിന്നാണ്. അപ്പം ആ ഒരു കാര്യം, അതായത് പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഈ പിന്നെ അതുപോലെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അണുകുടുംബം എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയുള്ളവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും ചിന്തിക്കാനോ ഇടപെടാനോ ഉള്ള സമയക്കുറവ് എല്ലാവർക്കും ഉണ്ട്. മുമ്പാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ, അതായത് വലിയൊരു തറവാടിലാകുമ്പോൾ കാരണവന്മാരോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനും കുട്ടികളുടെ കൂടെ നിൽക്കാനും, നേരത്തെ നമ്മൾ പറയുന്നത് പോലെ ആമയുടെ മുയലിൻ്റെയും കഥ പറയുന്ന കാലം തൊട്ടിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ പിന്നെ ചെവിയിൽ കേട്ടുമടുത്താണെങ്കിൽ എന്നും അതിനൊരു പുതുമയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺവേ ചെയ്യുന്ന മെസ്സേജ് ഉണ്ടല്ലോ, അത് നിസ്സാരമല്ല. ജീവിതാവസാനം വരെ പലപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണപാഠ കഥകളോ ഒക്കെയാണ് സംവാദത്തിൽ കൂടി ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ അങ്ങനെ സംവദിക്കാൻ പറ്റാത്ത വരുന്ന ആ ഗ്യാപ്പിലേക്ക് മറ്റ് പല സംവിധാനങ്ങളും കയറിക്കൊള്ളും. അപ്പോൾ അവിടെ പിന്നെ ചിലപ്പോൾ നമ്മളെ പിന്നെ ചുറ്റുപാടുകൾ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ, അതുപോലെ നമുക്ക് എല്ലാവരെയും വിലയിരുത്തിക്കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ നമ്മുടേതായ പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ അവരിലൂടെ പല പിന്നെ വിവരങ്ങളോ അല്ലെങ്കിൽ അടുപ്പങ്ങളോ അരുതാത്തതിലേക്കോ ഒക്കെ ഈ ഗ്യാപ്പ് മുതലെടുത്തുകൊണ്ട് പലപ്പോഴും പോകുന്നുണ്ട്. മറ്റേന്ന് വെച്ചാൽ കുടുംബ ബന്ധങ്ങളിലെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പുതിയ സമവാക്യം, അത് ഒരു പരിധി വരെ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഇളം തലമുറയാണെങ്കിലും അവരെ സംബന്ധിച്ചിട്ട് ഒറ്റപ്പെടലിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ അവരുടേതായിട്ടുള്ള വൈഷമ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പങ്കുവയ്ക്കലിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇതൊക്കെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ പറ്റില്ലെങ്കിലും
ഒരു പരിധിവരെയെങ്കിലും നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയേറെ വിപത്തുകൾ നമുക്ക് മാറ്റി നിർത്തും. കാര്യം അവരെ കേൾക്കണമല്ലോ. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പലപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പല കുട്ടികളോടും ചോദിക്കുമ്പം പലപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പറയാൻ പോലും ഒരു സംവിധാനം വീട്ടിൻ്റെ നമ്മുടെ അവസരം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇന്നയാളുമായിട്ട്, അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ് അയാൾ ഇങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷെ അത് അവസാനം ഞാൻ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പറയുന്ന വലിയ എക്സ്പീരിയൻസ്. സോ ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ? ബിക്കോസ് ഇതാണ് ഒരു വ്യക്തി നമ്മളിൽ നിന്നും അകന്നു പോകുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇവിടെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക, സാധാരണ ജീവനിലേക്ക് അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ജയചന്ദ്രൻ സാറാണ്. അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിന്റ് കമ്മീഷണറാണ്. കുറച്ച് മുൻപേ നമ്മൾ സംസാരിച്ചായിരുന്നു ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ ഒരു വ്യക്തി തെറ്റിലേക്ക് പോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ കാരണങ്ങളും ലക്ഷണങ്ങളും ഒക്കെ, അല്ലെ? നമുക്ക് ആ ഒരു സമയത്ത് തന്നെ അവരെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് അവരെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. സോ സർ, ഇനി മൂന്നാമത്തെ കാരണം എന്താണ്? പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ നമ്മൾ പലപ്പോഴും, അത് കഴിഞ്ഞ മുമ്പൊക്കെ ആണെങ്കിൽ ഈ അതിജീവനത്തിൻ്റെ ഒരു ബാലപാഠം തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് പലപ്പോഴും ഇവിടെ. ഇപ്പോൾ കുടുംബത്തിലിപ്പോൾ 4 or 5 കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിട്ട് പലപ്പോഴും നമുക്കറിയാം അത് തന്നെ ഒരു അതിജീവനത്തിൻ്റെ വലിയൊരു മത്സരത്തിൻ്റെ മേഖലയാണ്. കാര്യം അവിടെ ഈ തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ നമ്മൾ കുരുത്തു വരുന്ന എവിടെ പോയാലും നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു അന്തരീക്ഷം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴേക്ക് നമുക്ക് അതിജീവനത്തിനുള്ള കെൽപ്പ്, അപ്പോൾ ഒന്ന് ഈ വേണ്ടാത്ത കാര്യങ്ങളോട് നോ പറയാനുള്ള ആർജവം പോലും നമുക്ക് കൈവരിക്കുക. അപ്പോൾ അതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം, സേ നോ. അതെങ്കിലും നിങ്ങൾ പറഞ്ഞു പഠിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് വേണം എന്നും വേണ്ടാത്തത് വേണ്ട എന്ന് പറയുക എന്നുള്ളത്. കാര്യം വേണ്ട എന്ന് പറയുന്നതിന് പകരം വെക്കാൻ വേറൊരു വാക്കും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത് നാളെ ആവാം, പിന്നെ ആവാം, അല്ലെങ്കിൽ എങ്ങനെ ഒരുപാട് നമ്മൾ ഓപ്ഷൻസ്, അല്ലെ ഇപ്പോൾ വേണ്ട, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു എന്താ പറയേണ്ടത്, കേൾക്കുന്ന ആൾക്കൊരു സാധ്യത അവിടെ കിടക്കുക. അതെ അതെ, നാളൊന്നുകൂടി നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ വഴിക്ക് വന്നോളും എന്നുള്ള സാധ്യതയാണ് പിന്നെ പലപ്പോഴും. അതായത് സമയം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരുത്തൻ പറയാണ് എനിക്കിത് താല്പര്യമില്ല, ഞാനില്ല. പക്ഷെ അത് പറയാനുള്ള ആർജവം പലപ്പോഴും ഇന്നത്തെ ചുറ്റുപാടുകളിൽ അത്തരത്തിലുള്ളൊരു വ്യക്തിത്വ രൂപീകരണത്തിന് സാധ്യമാവുന്നില്ല. അതിനെല്ലാ ഘടകങ്ങളുണ്ട്. അപ്പം നമ്മളെല്ലാവരും അതിൻ്റെ അകത്ത് പ്രതിഭാഗത്താണ്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനൊരു ചുറ്റുപാട് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ നിയമകാര്യങ്ങളെ പറ്റിയിട്ടുള്ള അജ്ഞത. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം അതും ഇതിനൊരു പ്രധാനപ്പെട്ട ലഹരിയുമായി ബന്ധപ്പെട്ട മേഖലകൾ എന്നെ പലപ്പോഴും കടക്കാനിടയാവുന്നുണ്ട്. കാര്യം ഉപദേശങ്ങൾ പലപ്പോഴും കിട്ടുമ്പോൾ എന്താ പറയണത്, ഇത് കുഴപ്പമില്ല, ഇത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ചോദിച്ചു എൻ്റെ ബൈക്ക്, അത് വേറെ കാര്യമൊന്നുമില്ല, നിൻ്റെ ബൈക്ക് ഞാൻ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ നടത്തിയിട്ട് തിരിച്ചു തരാം, ഇനി ചോദിച്ചാൽ നീ അതൊന്നും നമ്മളീ പറയുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷേ നിയമത്തിൻ്റെ ഒരു കുരുക്കിൽ പെട്ട് കഴിഞ്ഞാൽ, അതായത് സമയം ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ എല്ലാ മേഖലകളും സ്ക്രൂട്ടിനിയിലാണ്. അതിപ്പം വാഹനമാണ് GPS ആയിരിക്കാം, മൊബൈലാണെങ്കിൽ നമുക്കറിയാം മൊത്തം നിരീക്ഷണത്തിലാണ്, അതുപോലെ ബാങ്ക് ഇടപാടുകൾ, എല്ലാ മേഖലയും ലിങ്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ടുള്ള ഈ സങ്കീർണതയെപ്പറ്റി നമുക്കൊരു ബോധ്യം വേണം. കാര്യം എന്താ, തെറ്റായ മാർഗത്തിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം വളരെ കുറവാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും ആ ഒരു ബോധ്യത്തോടു കൂടി മാത്രമേ നമുക്ക് ചുറ്റുപാടുകളെ സമീപിക്കാൻ പറ്റൂ. അല്ലാതെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ യുക്തിസഹമായ വിലയിരുത്തൽ ആ മേഖലയിലാണ് വേണ്ടത്. കാര്യം എപ്പോഴും നല്ലതിനോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും കുഴപ്പത്തിലാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കണം. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഒരു സങ്കീർണമായ വർത്തമാനകാല യാഥാർത്ഥ്യം അത് ജീവിച്ച് മുന്നോട്ട് പോകും. ഓക്കെ സാർ, അപ്പോൾ കുറച്ച് മുൻപേ സാർ പറഞ്ഞ പോലെ തന്നെ വേണ്ട എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയാനുള്ള ഒരു ചങ്കൂറ്റം നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഒരു പാട്ടം കൂടി കേട്ടാലോ സാർ? കേൾക്കാല്ലേ? ഓക്കെ, എന്തായാലും സാറ് സമ്മതം മൂല്യത്തോട് തന്നെ നമ്മളൊരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മളിനി കൂടുതൽ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും പോകുന്നത്. SK ജംഗ്ഷൻ ആണ്. ആൻഡ് കൂടെയുള്ളത് അന്ന.
89.6 FM Sargakshetra. SK Junction. വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിന്റ് കമ്മീഷണറാണ് ജയചന്ദ്രൻ സാർ. സാർ, നമ്മൾ ലഹരിയെ പറ്റി അല്ലെങ്കിൽ ഡ്രഗ്സിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ സൂചിപ്പിച്ചു വന്നു. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സമൂഹത്തിൽ ഡ്രഗ് അഡിക്ഷനും അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസും കൂടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വന്നു. ഡ്രഗ്സ് ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ എണ്ണി തീരാനാവാത്ത അത്രയും ടൈപ്സും കാറ്റഗറീസും നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. അത്രയുണ്ട്. എന്നാലും പെട്ടെന്നൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിന്തറ്റിക് ഡ്രഗ്സ് അതുപോലെ നാച്ചുറൽ ഡ്രഗ്സ് രണ്ട് കാറ്റഗറിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് സാർ? ആക്ച്വലി ഇത് നമ്മൾ ഇപ്പോൾ ഈ ലഹരിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ അതുപോലെ പാലിച്ചു വരുന്നൊരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ലഹരിയെ സംബന്ധിച്ച് കൂടുതൽ വിവരവിനിമയം നമ്മൾ എന്നാ വെച്ചാൽ പലപ്പോഴും അതൊരു നെഗറ്റീവ് കോൺസിക്വൻസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ബേസിക്കായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി വളരെ ഉപരിപ്ലവമായിട്ടൊന്ന് പറഞ്ഞാൽ ഈ ലഹരി അതിൻ്റെ ഒരു നാച്ചുറലായിട്ട് നമുക്ക് ലഭിക്കേണ്ട ഒരുപാട് സോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നാച്ചുറലായിട്ട് കിട്ടുന്ന സോഴ്സിൽ നിന്നുള്ള ലഹരിയായിരുന്നു നമ്മളുടെ കാലാകാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ അത് പ്രാചീന കാലം മുതൽ ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ഇല്ല എന്നല്ല പറയുന്നത്, എല്ലാം നമ്മളെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ സൃഷ്ടിപരമല്ല, അത് ഡിസ്ട്രക്റ്റീവാണ്. പക്ഷേ ഇപ്പം നമ്മൾക്ക് എപ്പോഴും ഈ കാലാനുസൃതമായ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാത്തിനകത്തും വളരെ ഇപ്പം മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് ക്യൂർ ചെയ്യണം, ലഹരി കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് മാക്സിമം ലഹരി. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ടൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ മേഖലയിലും റിസർച്ച് പോലെ അവിടെയും കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്നുള്ള ലഹരിജന്യമായ വസ്തുക്കൾ വേർതിരിച്ചുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ആർട്ടിഫിഷ്യലായിട്ട് പുതിയ ലഹരികൾ ഇതിൻ്റെ ലഹരിജന്യ അതിനുള്ള എന്താണോ അതിൻ്റെ അകത്തുള്ള അതിനുള്ള കാരണങ്ങളായിട്ട് വരുന്ന സാധനങ്ങൾ അത് അതിൻ്റെ അകത്ത് വേർതിരിച്ചെടുത്തിട്ട് കുറച്ചും കൂടി പിന്നെ ഈ സംസ്കരിച്ചെടുത്തിട്ട് കുറച്ച് കൂടി എഫക്റ്റീവായിട്ടുള്ള സംവിധാനമാണ് ഈ പറഞ്ഞ അടുത്ത സ്റ്റേജ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഇതുമായി ചേർത്തിട്ട് പല ഈ സമൂഹത്തിൽ നമുക്ക് നിഷ്പക്ഷമായിട്ട്, അതായത് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ചില രീതിയിലുള്ള ചില കെമിക്കൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, അത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഈ നമ്മൾ ഈ സിന്തസൈസ് ചെയ്തെടുക്കുന്ന സാധനങ്ങളുമായിട്ട് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ അത് ലഹരിയുടെ ഒരു 10 മടങ്ങ് ശക്തി അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ റിസർച്ച് നടന്നത് നമ്മൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് വേണ്ടി മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂറേറ്റീവ് സൈഡ് ഉണ്ട്, മെഡിക്കൽ ആസ്പെക്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെത്തിഡീനാണ്, ഇതും എല്ലാം ഇത്തരത്തിലുള്ള പിന്നെ ഡെറിവേറ്റീവാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മോർഫിന്, പെത്തിഡീൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റിന് ഈ പിന്നെ ഒരു സർജറി നടക്കണമെങ്കിൽ എല്ലാ മേഖലകളിലും, അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള ഡെഡ്ലി ഡിസീസസിന് അവിടെയൊക്കെ വളരെ അനിവാര്യമായ, അപ്പോൾ അങ്ങനെ ഒരു മേഖലയും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഭവം സിന്തസൈസ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിന് ശേഷം നാച്ചുറലായിട്ടുള്ള സംഭവം സിന്തസൈസ് ചെയ്തെടുത്തിട്ട് അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടാക്കുന്നു. അതുകൂടാതെ കുറച്ചുകൂടി അത് പിന്നെ ലാബോറട്ടറിയിൽ കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഡ്രഗ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പിന്നെ മേഖല തന്നെയാണ് ഇപ്പോൾ. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അതിൻ്റെ ഈ അഡ്വേഴ്സ് കോൺസിക്വൻസ് 10 മടങ്ങാണ് സിന്തറ്റിക് ഡ്രഗ്സ്. സിന്തറ്റിക് ഡ്രഗ് അതുപോലെ നാച്ചുറൽ ഡ്രഗ്, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ പാട്ടുകളാണ് അതിന് മുൻപ് വരാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ ജയചന്ദ്രൻ സാറാണ്. സാർ, നമ്മൾ സിന്തറ്റിക് ഡ്രഗ് അതുപോലെ നാച്ചുറൽ ഡ്രഗ് എന്നിവയെ പറ്റി സംസാരിച്ചായിരുന്നു. ശരിക്കും നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഓരോ കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടുവന്നിരുന്ന കുറെ ക്രൈംസ് ഉണ്ട്. സ്വന്തം ചോരയെ പോലും ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്ന കുറേയധികം ഇൻസിഡൻസ്. സോ
സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ ഇത്രയും ബ്രൂട്ടലായിട്ട് ഒരു മനുഷ്യന്റെ മൈൻഡ് മാറുന്നത്? നമ്മളെ പോലും തിരിച്ചറിയാത്തൊരവസ്ഥ. നമ്മുടെ ചരിത്രം മുതൽ പഠിച്ചാണ്, ബൈബിളിൻ്റെ കാലം മുതൽ ലോത്തിൻ്റെ കഥ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ അവിടെ മുതൽ പഠിക്കേണ്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആദ്യമായിട്ട് വൈൻ ഉപയോഗിച്ച കഥ പറയുമായിരുന്നു. കാര്യം അച്ഛനും മക്കളും മാത്രം, പെൺമക്കളും മാത്രം മിച്ചമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മനുഷ്യരാശിയുടെ അതിജീവനത്തിന് അന്നത്തെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ അതിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിജീവനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചപ്പോൾ അച്ഛനും മക്കളും മാത്രമേ ഉള്ളൂ ആ ഒരു സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അച്ഛനെ വൈൻ കുടിപ്പിച്ച് മതോന്മത്തനാക്കിയിട്ട് നമുക്ക് കുലം നിലനിർത്താം എന്നുള്ള കാര്യം അവിടെയും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മളുടെ സമൂഹത്തിൽ അരുതാത്തത് എന്ത് ചെയ്യണമോ ആ ചെയ്യുന്ന കാര്യത്തിന് നമ്മളെ സംബന്ധിച്ച് അതിനനുസൃതമായ അതിന് പാകമായിട്ടുള്ള മനസ്സും ചിന്തകളും ഒക്കെ നമുക്ക് രൂപീകരിക്കണമെങ്കിൽ നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ അതുതന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ അതൊരു അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഗൃഹപാഠമാണ് നമുക്ക് തന്നത്. കാര്യം ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അത് നമ്മൾ മനസ്സിലാക്കുക, അത് പഠിക്കാൻ. പക്ഷേ ഇന്ന് നമ്മൾ അതൊന്നും പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നും ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ സമൂഹത്തിലെ എന്ത് ബുദ്ധിമുട്ടേറിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചെയ്യരുതാത്ത എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവിടെയൊക്കെ ലഹരി ഇന്നവിറ്റബിളായിട്ടുള്ളൊരു ഘടകം. ഇപ്പം പ്രയാസമേറിയ ഒരു പ്രവൃത്തിയാണെന്ന് കൂട്ടിക്കും, വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അപ്പം ജോലിക്കാരന് ജോലിയും കൂലിയും വേണം, പ്ലസ് ഞാൻ പറഞ്ഞ ആ ഒരു നിലയിലാണ്. കാര്യം നോർമലി ചെയ്യുന്ന അല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും വരെ ഇത്തിരി സാഹസികതയോ ബുദ്ധിമുട്ടോ ഉള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് പാകപ്പെട്ടൊരു മനസ്സ് വേണമെങ്കിൽ ഇതൊരു ഇന്നവിറ്റബിളാണ്. പക്ഷേ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താശേഷിയെ അവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മളതിൻ്റെ കോൺസിക്വൻസ് നമ്മളെ വിലയിരുത്തിയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സാധനമാണ്. അല്ലാതെ ഒരു പോസിറ്റീവ് അല്ല. കാര്യം വെച്ചാൽ നമുക്ക് കൂടുതൽ ധൈര്യം കിട്ടുന്നു എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നതെങ്കിലും അത് ധൈര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ നമുക്ക് പലതും ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, സഹോദരങ്ങളെ നോക്കുമ്പോൾ, പല മുഖങ്ങളും നോക്കുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് നമുക്കതിനുള്ള ധൈര്യമില്ല. ധൈര്യം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ മൂല്യബോധം അല്ലെങ്കിൽ നമ്മുടെ ചിന്താശേഷി ഇതൊക്കെയാണ് നമ്മുടെ ധൈര്യത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. ആ ധൈര്യം കിട്ടണമെങ്കിൽ എന്തു വേണം? ഇത് വേണം എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ആ പറയുന്ന വാക്കുകളൊക്കെ കറക്റ്റാണ്, പക്ഷേ അതിൻ്റെ ഒരു നമ്മളെ ഇന്നർ മീനിങ്ങിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ, അതായത് ചിന്താശേഷിയുടെ, പ്രവർത്തനശേഷിയുടെ ഒക്കെ ഒരു മാന്യമാണ്. ആ മാന്യത്തിൽ കൂടിയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ സാർ, എന്തായാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ സാറിൻ്റെ എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇനി സാറിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് റിമാർക്കബിൾ ഇൻസിഡൻസിനെ പറ്റി, ഡെഫിനറ്റ്ലി സാറിൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ലഹരി കാരണം സ്പോയിൽ ആവേണ്ടിയിരുന്ന ഒരു ഫ്യൂച്ചർ രക്ഷപ്പെടുത്തിയിട്ടുള്ള കുറേയധികം ഇൻസിഡൻസ് ഉണ്ടായിരിക്കാം. അതൊക്കെ നമുക്ക് പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. കേട്ടോടെയായിരിക്കും SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിന്റ് കമ്മീഷണറാണ് ജയചന്ദ്രൻ സാർ. സാർ, നമ്മൾ കുറച്ച് മുൻപേ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു, ഇത്രയും നാള് എനിക്ക് തോന്നുന്നു 28 വർഷങ്ങളായിട്ട് സാറ് ഈ ഒരു മേഖലയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാറിന്റെ ലൈഫിൽ ഇത്ര നാളുള്ളൊരു സേവന കാലഘട്ടത്തിൽ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു റിമാർക്കബിൾ ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അത് ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പറയത്തക്ക രീതിയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുടെ ഒരു സമന്വയമാണ് സത്യം പറഞ്ഞാൽ 28 വർഷത്തെ ഔദ്യോഗിക ജീവിതം. അപ്പം അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധൂകരിക്കത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ. കാര്യം നമ്മളിത് ഈ വാക്കുകളൊക്കെ പലപ്പോഴും എന്തെങ്കിലും തരത്തിൽ പുസ്തകത്തിൽ നിന്നോ മറ്റെന്തെങ്കിലും മേഖലയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതല്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഇപ്പോൾ ഈ രക്ഷിതാക്കളുടെ കുടുംബത്തിലെ സാമൂഹിക അവസ്ഥ പറഞ്ഞു. ഞാനതുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരിക്കലൊരു കേസിൽ ഞങ്ങൾ കുറ്റകൃത്യം കണ്ടെത്തിയത് എന്ന് പറഞ്ഞത് ഒരു പയ്യനായിരുന്നു, 18-19 വയസ്സുള്ള ഒരു കൊച്ചു. അപ്പം അവൻ്റെ ബൈക്കിൽ ഈ പറഞ്ഞ രീതിയിൽ വളരെ എളുപ്പമുള്ള ഒരു സ്ഥലത്ത്, ഞാൻ സ്ഥലം എവിടെയാണെന്ന് പറയണില്ല, അത് ഡ്രഗ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം അവർക്കറിയാം അതിൻ്റെ സ്ഥലം, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് വീട്ടിൽ നിന്നൊരു എനിക്ക് തോന്നുന്നൊരു 100-110 കിലോമീറ്റർ അപ്പുറത്ത് പോയി
രാവിലെ ബൈക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസംബർ മാസ തണുപ്പായിരുന്നു. അപ്പോൾ ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ തണുപ്പുള്ളൊരു മേഖലയിൽ കൂടിയുള്ള യാത്രയാണ്. അപ്പം അത്രയേറെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ബൈക്കിൽ പോയി 90-95 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന് രാവിലെ ഒരു 5:30 മണിയായപ്പം ഈ പയ്യനെ ബൈക്ക് സഹിതം ഞങ്ങൾ പിടിക്കും. അപ്പോൾ അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ 5:30 ആയപ്പോൾ ആളിനെ കിട്ടി, കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ വീട് ചോദിച്ചു കഴിഞ്ഞപ്പം അടുത്ത് തന്നെയാണ്, കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവനെ ചോദിച്ചു കഴിയുമ്പോൾ ഒരു എൻജിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിനിടയിൽ ഉള്ള ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള പിയർ ഗ്രൂപ്പ് പ്രഷറും അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളാണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിച്ച് അതിങ്ങനെ അഡ്വാൻസ് ചെയ്ത് അവൻ അവസാനം ഇത് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള റിസ്ക് എടുക്കും എന്നുള്ള നിലയിലാണ് ഈ രീതി വന്നു കഴിഞ്ഞപ്പം നമുക്ക് ആളിനെ കിട്ടി. അപ്പം അവസാനം ഇപ്പോൾ സാധാരണ ഇതൊരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാളിനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് അവരുടെ അറസ്റ്റ് ചെയ്ത് നടപടി ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ആരാണോ ഫാമിലി റിലേറ്റീവ്സിനെ അറിയിക്കണം. അപ്പോൾ ഈ കക്ഷിയുടെ വീട്ടിൽ അച്ഛൻ്റെ നമ്പറിൽ വിളിച്ചു. അപ്പോൾ അച്ഛൻ്റെ നമ്പർ വിളിച്ചു കഴിഞ്ഞപ്പോൾ എടുത്തില്ല. സബ്സിക്വൻ്റ് ആയിട്ട് അമ്മയുടെ നമ്പർ, 2 മക്കളേ ഉള്ളൂ. മൂത്തയാൾ ഒരു സ്ഥലത്ത് പിടിക്കുന്നു, രണ്ടാമത്തെ ആൾ ഈ പറഞ്ഞ രീതിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അയാളാണ് ഈ പറഞ്ഞ കക്ഷി. അപ്പോൾ അവരോട് ചോദിച്ച് അത് കഴിഞ്ഞ് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് ആദ്യം നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് തരത്തിൽ പ്രതികരിക്കുന്നു പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വളരെ നിങ്ങളാരാണ്? ഞാൻ എക്സൈസ് എന്ന് വിളിക്കാം. അപ്പോൾ അതെന്താണ് കാര്യം, എക്സൈസിന് എന്താണ് കാര്യം? പറഞ്ഞാൽ അതൊന്നുമില്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പം തീർത്തും ഇൻഡിഫറൻ്റ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആലോചിച്ച് കഴിയുമ്പോൾ എക്സൈസുമായിട്ടുള്ള ഒരു കാര്യമില്ല. നിങ്ങളെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊരു ശൈലില്ല. അപ്പോൾ നിങ്ങളുടെ മകനില്ലേ? അപ്പം പറഞ്ഞു മകനുണ്ട്. എവിടെയുണ്ട്? അപ്പോൾ അവൻ ഇന്നലെ രാത്രി വന്നു, വൈകിട്ടാണ് വന്നത്. അപ്പോൾ അവൻ റൂമിലുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു? അപ്പോൾ അവന് കുറേ റെക്കോർഡ് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിലുണ്ട്. അപ്പം അവന് ഞങ്ങൾ ഈ രാത്രിയിൽ പഠനം ഇതൊക്കെ ആയിട്ടാകുമ്പോൾ ശല്യപ്പെടുത്താറില്ല. അവൻ രാവിലെ 8-9 മണി ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരാറുള്ളൂ, റൂമിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവനെ ഒന്ന് വിളിക്കും. നിങ്ങളെന്തിനാ ആവശ്യമില്ലാണ്ട് മകനെ സംസാരിക്കേണ്ട, എന്താ നിങ്ങൾക്ക് കാര്യം എന്ന് ചോദിച്ചു. അപ്പം അത് ജസ്റ്റ് ഒരു കാര്യം, കോളേജുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാനായിട്ട് മകനെ വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്നിട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മകൻ അവിടെ ഇല്ല. തിരിച്ച് താഴെ വന്നിട്ട് പറയും, അവനിപ്പം ഇവിടെ കാണുന്നില്ലല്ലോ. രാത്രിയിൽ ലേറ്റായിട്ടാണ് സാധാരണ മുറിയിലെ ലൈറ്റും ഉണ്ട്, ലേറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പണി ജോലിയുടെ അല്ല ഈ റെക്കോർഡ്സും മറ്റു പരിപാടികളൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് അത് ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിക്കാറ്. രാവിലെ 9-9:30 ആയി കഴിയുമ്പോഴാണ് ചെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കാപ്പി കുടിക്കാൻ വരുന്നത്. അപ്പം സ്വല്പം കഴിഞ്ഞിട്ട് വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യമില്ല, ആളിപ്പം ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് ചോദിച്ചാൽ. നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും പറയാം, നിങ്ങളടുത്തെന്ന് പറഞ്ഞാൽ എക്സൈസുകാരുമായിട്ട് മകൻ എന്താ ബന്ധം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഏതോ സമയത്ത് ഈ മകൻ അവിടുന്ന് പോയി 10-90 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലത്ത് പോയി മയക്കുമരുന്ന് വാങ്ങി സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ എന്നും എന്നല്ല ഞാൻ പറയണത്, വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് ഈ കക്ഷി ഇങ്ങനെ പോയിട്ട് വരുന്നത് പോലും തൊട്ട് താഴത്തെ മുറിയിൽ കിടക്കുന്ന രക്ഷിതാക്കൾ അറിയണില്ല. അപ്പോൾ അറിയണില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബ ബന്ധങ്ങളിലുള്ള ആ ഒരു, നമ്മൾ പലപ്പോഴും ഇതൊന്നും ചിന്തിക്കാൻ കാര്യം നമ്മൾ ചില കാര്യങ്ങൾ അമിതമായിട്ടങ്ങ് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് വിശ്വാസം വേണ്ട എന്നല്ല പറയുന്നത്, വിശ്വാസമാണ് ബന്ധങ്ങളുടെ ദൃഢതയ്ക്ക് നമുക്കൊരു ഘടകം. പക്ഷെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ പോലും ചില കാര്യങ്ങൾ ചില പ്രായത്തിൽ ചില ചുറ്റുപാടുകളിൽ എന്തെങ്കിലുമൊക്കെ വ്യതിയാനങ്ങളുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാൻ കൂടി നമ്മൾ ബാധ്യസ്ഥമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണത്തിൻ്റെ കുറവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഞാൻ പറഞ്ഞ മോളി മുറി പോയി കഴിഞ്ഞ് തപ്പിപ്പിടിച്ച് അവസാനം വന്നു കഴിഞ്ഞിട്ട് മകനെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ പോലും വിശ്വസിക്കാൻ കഴിയണില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നതാണ് അത് ഒരു ചെറിയ കേസുമായിട്ട് അത് ആരെങ്കിലും പിള്ളേരെ വല്ലതും പറ്റിച്ചായിരിക്കും, അല്ലാതെ അവൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നാണ് അടുത്ത കമൻറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അകത്തുള്ള ആ ഒരു നമുക്ക് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്ന വിശ്വാസ അനുഭവങ്ങളിലൂടെ അല്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ ഒഴിയുകയാണ്. അല്ലാതെ കുറച്ച് കൂടി ഇൻറ്റിമേറ്റായിട്ട് നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ വിളിച്ചു, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റുക. അപ്പം നിങ്ങൾ പേടിപ്പിച്ച് അവനെ പറഞ്ഞ്
അല്ല, ഞാൻ പറഞ്ഞ നമ്മൾ ഓരോ സ്റ്റേജ് കടന്ന് വരുമ്പോഴും അതിൻ്റെ അകത്ത് വിശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റണില്ല. അതായത് അത്രയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് പോയതുകൊണ്ടുള്ള ഒരു വിഷമം. അത് ആ ഒരു ആസ്പെക്റ്റ് ഞാൻ കണ്ടത്. അപ്പോൾ അന്ന് ഞാൻ ഓർത്തു. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ റേഷൻ കടയിൽ നടത്തുകയാണ് ഭർത്താവ്. അപ്പോൾ അയാളെ വിളിച്ച് കാര്യങ്ങളെല്ലാം കൺവിൻസ് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ റിയാക്ഷൻ മാറി. കാര്യം ഇതിങ്ങനെയാണ് എന്ന് പറ്റിയ കാര്യം ഇങ്ങനെയാണെന്ന് ഉൾക്കൊള്ളാൻ പോലും പിന്നെ അവർക്ക് പറ്റണില്ല. അപ്പോൾ അവസാനം അത് നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയണത്, എനിക്കങ്ങനെ ഒരു മകനേ ഇല്ല, ഞാൻ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ രക്ഷിതാക്കളാണ് പറയുന്നത്. നേരെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് അത് ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ കാണത്തക്ക രീതിയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബ സംവിധാനത്തിൽ രക്ഷിതാക്കൾ മാറുന്നില്ല എന്നുള്ള അതെല്ലാ മേഖല. ഇപ്പോൾ അധ്യാപകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടി ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങളെ കാണണം. അതായത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെയോ പോലീസുകാരനെയോ ആ സംവിധാനത്തിൽ ആരും ആയിക്കോട്ടെ, അവർക്കിപ്പം നമ്മുടെ ആരുടെയെങ്കിലും മക്കളെ എന്തെങ്കിലും തരത്തിലാക്കിയത് കൊണ്ട് അവരെ സംബന്ധിച്ച് യാതൊരു നേട്ടവുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ കുറ്റകൃത്യം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവുകയോ ചെയ്യുമ്പം അത് യാഥാർത്ഥ്യബോധത്തോടു കൂടി വിലയിരുത്തി 2ാം ഘട്ടത്തിലാണെങ്കിൽ തന്നെ ഇനി എന്ത് ഞാൻ ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെയുള്ളവരെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അവിടെയും നമുക്ക് മറ്റു ഓപ്ഷൻ കണ്ടെത്തിയാൽ മതി. അതിനും കഴിയണില്ല, നമുക്ക് രണ്ടും പറ്റില്ല. അതായത് രക്ഷിക്കാനും പറ്റണില്ല, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിച്ച് നേരെ വരുത്താനും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. സാറിന്റെ സർവീസിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കേസുകൾ ഇനിയും നമുക്ക് കേൾക്കണം പാട്ടുകൾക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് കമ്മീഷണറാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, ജയചന്ദ്രൻ സർ. സാറിൻ്റെ സർവീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ് കുറച്ച് മുൻപേ നമ്മൾ കേട്ടത്. ഇതിനെ തുടർന്ന് സാറിന് മറ്റൊരു ഇൻസിഡൻറ്റ് കൂടി പറയാനുണ്ടെന്ന് തോന്നുന്നല്ലേ? ഈ അടുത്ത കാലത്ത് ഇതേ കാര്യം തന്നെ പിന്നെ ഒരു നെർക്കോപോളിസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയ ജീത് തയ്യിൽ, അപ്പോൾ അത് ഒരു ഇൻ്റർവ്യൂവിൽ, അതായത് ഒരു പത്രത്തിൽ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പം, അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം വളരെ സ്വന്തം ജീവിതത്തിൽ ഈ ലഹരി നഷ്ടപ്പെടുത്തിയ ദിനങ്ങളെക്കുറിച്ചും അതുകൊണ്ട് ജീവിതത്തിൽ വന്നിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ ആകുലപ്പെട്ട് അതുൾപ്പെടെയുള്ള ഇതിവൃത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ നെർക്കോപോളിസ് എന്നുള്ള. അപ്പം അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഈ ഇൻ്റർവ്യൂ ചെയ്ത പിന്നെ ആ ഒരു പത്രത്തിലെ ലേഖിക അവർ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ സംഭവിച്ചു, ഞാൻ ആദ്യം നിങ്ങളുടെ മാതാവിനെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ മകന് എങ്ങനെയാണ് ഇത്രയും വലിയ ലഹരിയുടെ മേഖലയിൽ ചെന്ന് അകപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞ മറുപടിയും ഇത് ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അതിനകത്ത് അന്ന് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. അതായത് എൻ്റെ മകൻ അങ്ങനെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയേ അല്ല, അങ്ങനെ ഒരു അടിമയേ അല്ല. അവൻ ചിലപ്പോൾ സൃഷ്ടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള അവൻ്റെ പിന്നെ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഈ എന്താണോ ഈ നോവൽ, അതിനു വേണ്ടിയിട്ട് കഥ എഴുതി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്ത് വന്നപ്പം കണ്ട അല്ലെങ്കിൽ പറഞ്ഞ അവനല്ല എൻ്റെ മകൻ, ഇതായിരുന്നു പറഞ്ഞു. ആലോചിച്ച് നോക്കി, എവിടെ എന്തൊരു കാര്യം, ഞാൻ ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പോഴത്തെ രക്ഷിതാക്കളുടെ സ്വഭാവം ഏറെക്കുറെ സെയിം ആണ് എന്നുള്ള എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം. ഓക്കെ, ഈ വിശ്വാസം എന്ന് പറയുന്ന ഘടകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ലൈഫിലാണെങ്കിലും. അല്ല, വിശ്വാസം വേണം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമുക്ക് ആവശ്യം. പക്ഷെ ആ വിശ്വാസം എന്ന് പറയുന്ന കുറച്ചുകൂടി യുക്തിസഹമായ ചിന്തയുടെയും ഇടപെടലുകളുടെയും പരിണിത ഫലമായിരിക്കണം. അതെ അതെ, അതൊരു സ്ഥലത്ത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ തീരില്ല. അത് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് ഇവാലുവേഷൻ ആയിരിക്കും. അത് ആ കക്ഷിയെ നമുക്ക് അവിശ്വാസം ഉള്ളത് കൊണ്ടല്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഉള്ള കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാത്തിനും ഇവാലുവേഷൻ വേണം. ഇവാലുവേഷൻ വേണ്ടാത്ത പ്രവൃത്തി ജീവിതത്തിൽ ഏതാ ഉള്ളത്? എന്നെ തന്നെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യണ്ടേ, എന്നാലേ എനിക്ക് മെച്ചപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഇവാലുവേഷൻ നമുക്ക് നമ്മളിൽ വേണം, ചുറ്റുപാടുകൾ വേണം. അത് പക്ഷേ നമ്മൾ തയ്യാറല്ല, നമ്മളതിന് സമയം ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല. ഈ സമയക്കുറവുകളൊക്കെയാണ് ഇത്തരം മേഖലയിലുള്ള ആൾക്കാർ മുതലെടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു സമയം നമ്മൾ എല്ലാവരെയും സ്വയം ഒന്ന് നിരീക്ഷിക്കാനായിട്ട് നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും SK ജംഗ്ഷൻ ആണ്, കൂടെയുള്ളത് അന്ന.
89.6 FM Sargakshetra. SK Junction. Once again, welcome back to SK Junction on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എക്സ്പേർട്ടിനെ നമ്മൾ ഒന്നുകൂടി പരിചയപ്പെടുത്താണ് കേട്ടോ. നമ്മുടെ കോട്ടയത്തെ മുൻ ഡെപ്യൂട്ടി കമ്മീഷണറും അതുപോലെ നിലവിൽ ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിന്റ് കമ്മീഷണറുമായിട്ടുള്ള ജയചന്ദ്രൻ സാർ. സാർ, നമ്മളിന്ന് SK ജംഗ്ഷനിലൂടെ കുറേയധികം കാര്യങ്ങൾ നമ്മളെ കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തായിരുന്നു. അത് ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് തന്നെയായിരുന്നു അല്ലേ? ആൻഡ് അതിൽ നമ്മളിനി ഒരുപാട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞൊരു ന്യൂസ് ആയിരുന്നു. വേറൊന്നുമല്ല, അതിപ്പോൾ ഈ ആക്സിഡൻറ്റ്സ്, അതായത് കൂടുതലും റോഡ് അപകടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് നഷ്ടപ്പെടുന്നതിലൂടെയാണ്. അത് ഈ ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നതിലൂടെ നമുക്ക് കുറേ അധികം റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള കുറേ വാർത്ത നമുക്കറിയാം. അപ്പോൾ കുറച്ച് നാൾ മുൻപ് ഞാൻ കേട്ടൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ ബാറുകളിൽ നിന്ന് കൊണ്ട് വീട്ടിലാക്കാൻ വേണ്ടി ഡ്രൈവേഴ്സിനെയോ അല്ലെങ്കിൽ റൈഡ് ഷെയറിംഗ് സർവീസ് പോലെ കുറേയധികം സർവീസ് നമുക്കുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒരു അവൈലബിലിറ്റി നമുക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം വന്നായിരുന്നു. ആക്ച്വലി അത് എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ട്? അല്ല, നമ്മളതിൻ്റെ അകത്ത് ഈ ഡ്രങ്കൺ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് അത് സമൂഹത്തിൽ നമുക്ക് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാനാവാത്ത ഒരു പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടത് അവരെക്കാൾ ഉപരി മറ്റുള്ളവർ, നിരപരാധികളല്ലേ? അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. അപ്പം അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് പൊതുവിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപകടം മാത്രമല്ല, സമൂഹത്തിലെ മുഴുവൻ 99% അപകടങ്ങൾ അത് പിന്നെ സൊസൈറ്റിയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും പിന്നെ ഡെയിലി ലൈഫിലാണെങ്കിലും അപകടങ്ങൾ, പെരുമാറ്റങ്ങൾ, റിയാക്ഷൻസ്, ഇതിനൊക്കെ പലപ്പോഴും നിദാനമായിട്ട് വരുന്നത് ഡ്രഗോ അല്ല ലിക്കറോ ആണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രധാന ഘടകം, നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് പെർസീവ് ചെയ്യുന്ന കാര്യം നമുക്ക് ആർക്കും പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം റോഡിലെ കാര്യമാണ്. പക്ഷെ അങ്ങനെ മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. കാര്യം എവിടെയൊക്കെ ഈവിളുണ്ടോ അതിനെ ഞാനന്ന് പിന്നെ നേരത്തെ നമ്മൾ ബൈബിളിലെ ആ ഒരു കാര്യം പറഞ്ഞു. കാര്യം ഈവിളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനാണ് അന്ന് ബൈബിൾ വചനം നമ്മളെ പഠിപ്പിക്കും. പിന്നെ അതിനുള്ളൊരു മുന്നറിവാണ് നമുക്ക് തന്നെ. അപ്പോൾ ആ ഒരു ഈവിള് ഇന്ന് സൊസൈറ്റി മുഴുവൻ എവിടെയൊക്കെ ഈവിള് നടക്കുന്നു ആ ഈവിളിൻ്റെ ഒക്കെ കൂടെ ഈ ഡ്രഗ് ഉണ്ട്. അതുതന്നെയാണ് ഈ പിന്നെ ലിക്കറിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ ഈ ചിലപ്പോഴും ഇതിനകത്തുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വളരെ ഗുരുതരമായ കോൺസിക്വൻഷ്യൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ചോദ്യം, ഇപ്പോൾ ഈ പല ലൈസൻസ് സ്ഥാപനങ്ങളിൽ നിന്നും പലപ്പോഴും ഇങ്ങനെ പിന്നെ ഡ്രൈവേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷേ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മദ്യപിക്കേണ്ട ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരാളിനെയും നമ്മളത് പ്രൊമോട്ട് ചെയ്ത് മദ്യപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലും നമ്മൾ പിന്നെ നിയമപരമായിട്ട് കുറ്റകരമാക്കിയ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് അതിനൊരു പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിലും ഇല്ല. പക്ഷേ ഇത് അതിൻ്റെ അകത്തൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരു വശത്ത് നമ്മൾ നിൽക്കട്ടെ. അപ്പോൾ അത് അത്തരം രീതിയിൽ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിന് നിശ്ചയമായും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടപടിയുണ്ട്. അങ്ങനെ ഒരു നിങ്ങൾക്ക് കുടിച്ച് സുരക്ഷിതമായിട്ട് വീട്ടിൽ പോകും അങ്ങനെയുള്ള ഒരു കാര്യം. ഈവൻ പിന്നെ പല മേഖലകളിലും ഞാൻ പറഞ്ഞല്ലോ, ഈ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങൾ പരസ്യങ്ങൾക്കൊക്കെ നടപടി എടുക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിനകത്തുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇനി ആരെങ്കിലും സഹായിച്ചെങ്കിലും വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ആ ശല്യം ഒഴിവായി കിട്ടുമല്ലോ. കാര്യം റോഡിലേക്ക് ഇറങ്ങി മറ്റൊരു വാഹനത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയണത് സുരക്ഷയും കൂടി നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരാൾ പെരുമാറാനുള്ള ഒരു സാഹചര്യം. കാര്യം ഇയാളെ സംബന്ധിച്ച് ഇത് ചിലപ്പോൾ ഇന്നവിറ്റബിൾ ആയിരിക്കും. പിന്നെ അതിനകത്തൊരു ഓപ്ഷൻ എന്താണ്, നിങ്ങൾ കഴിച്ചിട്ട് പോകുമ്പം ഈ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ളത്. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇന്നവിറ്റബിളായിട്ട് നമുക്ക് വേറെ മാർഗ്ഗമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ലിക്കറിൻ്റെ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് വളരെ ശക്തമാണ്. അപ്പം ഡ്രങ്കൺ ഡ്രൈവിംഗ് ഒരു പരിധി വരെ നമ്മളത് വളരെയേറെ കർശനമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ എവിടെ കർശനമാക്കിയോ അവിടെ ലൂപ്പ് ഹോളാണ് തരുന്നത്. നമ്മളിപ്പം അറിയാമല്ലോ, നമ്മളിപ്പോൾ സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമറകളും മറ്റുള്ളതും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ അതിൻ്റെ ഡിറ്റക്ടർ കണ്ടുപിടിച്ചിട്ടാണ് ഇതെങ്ങനെ അതിജീവിച്ച് പോകാം. ആ ഒരു മൂലയിൽ മീൻസ് ആ ഒരു കോർണറിൽ ചെക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം മെസ്സേജ് പാസ് ചെയ്തിട്ട് കോർണർ അതിനുള്ള ആപ്പ് വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറയണത് ഇത് നമ്മളൊരു പിന്നെ റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്?
നമ്മൾ അവർ സെൽഫ് ഷുഡ് ബി റെസ്പോൺസിബിൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി. അവിടെയാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. ഇവിടെ ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിൽ അതിന് ചിന്തിച്ചിട്ട് അതിനൊരു എന്താ പറയുക സോഷ്യൽ മൂവ്മെൻറ്റ് അതിനനുസൃതമായിട്ട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഈ ലിക്കറിൻ്റെ കാര്യത്തിൽ വരുന്നൊരു പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ നിയന്ത്രണത്തിൽ വരുന്ന മറ്റൊരു തരത്തിലുള്ള ട്രാൻസിഷനും കൂടി പറയാം. അതായത് ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ ശക്തമായ നിയന്ത്രണത്തിലൂടെ ഈ ഡ്രങ്കൻ ഡ്രൈവിങ് കുറേയേറെ കുറച്ച് കൊണ്ടുവരുമ്പോൾ പോലും ഇപ്പം ഇതിന് പാരലായിട്ട് നമ്മൾ പലപ്പോഴും ഇപ്പം ഡ്രഗ് ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വാഹനം ഓടിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കത്തില്ല എന്നല്ല ഞാൻ, പക്ഷേ ഇതുപോലെ നമുക്ക് ഈസിലി പെട്ടെന്ന് കാര്യം എന്താ വെച്ചാൽ ഈ ഡ്രഗിൻ്റെയും ലിക്കറിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ലിക്കർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ പിന്നെ എന്താ പറയുക ഭാവചേഷ്ടാദികൾ അതേസമയം ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ. അത് സ്വന്തം എന്ന് പറഞ്ഞാൽ അയാളുടെ എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ കൂടി മാത്രം നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ തമ്മിൽ ആദ്യമല്ലേ കാണുന്നത്. ഇപ്പം ഞാൻ ഇതാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ കരുതും, പക്ഷേ ഞാൻ ഇതല്ല എന്ന് പറയുന്നത് ആർക്കേ പറ്റത്തുള്ളൂ? എൻ്റെ ഫാമിലിയിലുള്ളവർക്കേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നു, ഒന്നുകിൽ വൈഫിന് പറയാം, അല്ലെങ്കിൽ മക്കൾക്ക് പറയാം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പിന്നെ ജോലി ചെയ്യുന്ന അയാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കാര്യം എന്തോ കുഴപ്പമുണ്ട്. ആ കുഴപ്പം കണ്ടുപിടിക്കാനുള്ള സംവിധാനം അതിനുള്ള മിഷനില്ല നമുക്ക്. അത് ശരിയാ, അതാർക്കേ പറ്റത്തുള്ളൂ, അത് സൊസൈറ്റിക്കേ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇതിനൊക്കെ പരിധിയും പരിമിതിയുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇത് വരുമ്പോഴത്തേ കുറച്ചും കൂടി പിന്നെ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡ്രഗിലേക്ക്. കാര്യം എന്താ വെച്ചാൽ ഡ്രഗിൻ്റെ കാര്യത്തിൽ ഇപ്പം സാർവത്രികമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാനുള്ള ഉപകരണമുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ അത്രയും സാർവത്രികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് പറ്റുന്നു? അപ്പോൾ ഈ അങ്ങോട്ടല്ല നമ്മളെ സംബന്ധിച്ച് ഈ ഇതിനെ നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോ അബൈഡിങ് സൊസൈറ്റി എന്ന് പറയുന്നത് അത് സൊസൈറ്റിയെ സംബന്ധിച്ച് വളരെ പുരോഗമനപരമായിട്ടൊരു സിറ്റുവേഷനാണ്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ പലപ്പോഴും അങ്ങനെയല്ല ഒരു മെസ്സേജ്. നമ്മൾ എങ്ങനെ ഇത് ഓവർകം ചെയ്ത് പോകാമെന്നുള്ള ഷോർട്ട് കട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചുറ്റുപാടുകൾക്ക് പ്രേരണ നൽകുന്നതും നമ്മൾ ചിന്തിക്കുന്നു. അത് നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും നമ്മൾ എപ്പോഴൊരു പിന്നെ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഒരു കാര്യത്തിൽ മോഡലായിട്ട് മാത്രമേ നമുക്ക് മറ്റൊരാളെ ആ രീതിയിലേക്ക് വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഡ്രഗിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അത് കൃത്യം. അപ്പം ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് പഴയകാല അധ്യാപകരുടെ കാര്യമാണ്. അവർ വളരെ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ആൾക്കാർ. ഇപ്പോഴത്തെ അങ്ങനെ ഉള്ളവരില്ല എന്നൊന്നും അല്ല പറയുന്നത്, ഉള്ളവർ ഒരുപാട് പേരുണ്ട്, ഇല്ലാത്തവരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ജയചന്ദ്രൻ സാർ നമ്മോടൊപ്പം തന്നെയുണ്ട്. പക്ഷെ അതിനു മുൻപ് പാട്ടുകളാണ് വരാനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗ ക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction on Sarga Kshetra 89.6 FM. നമ്മോടൊപ്പം ഇന്ന് ചേർന്നിട്ടുള്ള അതിഥി ജയചന്ദ്രൻ സാറാണ്. അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോയിൻറ്റ് കമ്മീഷണറാണ്. സാർ, നമ്മൾ ഇന്ന് SK ജംഗ്ഷൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. സോ സാറിന് എന്ത് കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ ആഡ് ചെയ്യാനായിട്ടുള്ളത്? ഇതുപോലെ ഓരോ അനുഭവങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ പറയുക. കഴിഞ്ഞ ഇതിനിടയിൽ ഒരു അനുഭവം ഉണ്ടായത് ഒരു മാതൃകാ അധ്യാപകൻ്റെ സെൻഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ആ സെൻഡ് ഓഫിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. അവിടെ ഒരു കേസ് മദ്യത്തോളം അവിടെ നിന്ന് പിടിച്ചെടുത്തു. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ട, നമ്മൾ മാതൃകാ അധ്യാപകനാകുമ്പോൾ നമ്മൾ എന്ത് വേണം? കുട്ടികൾക്ക് മാതൃകയായിരിക്കണം, സൊസൈറ്റിക്ക് മാതൃകയായിരിക്കണം. അതിന് നമുക്ക് ഓരോ കാര്യങ്ങളും അതായത് ഇത് ആരൊക്കെ ചെയ്തു, ഇത് സാധാരണ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ അറിവില്ലാത്ത പ്രായത്തിൽ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത കാലത്തിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രവൃത്തി നമ്മൾ ഇത്രയൊക്കെ മെച്യൂർഡ് ആയി കഴിഞ്ഞപ്പോൾ ഒരു മാതൃകാ അധ്യാപകനാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മുടെ റിട്ടയർമെൻ്റാണ്. അവിടെ ലഹരിക്ക് എന്താ പ്രസക്തി? അത്തരം അനുഭവങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ മദ്യപിച്ചൊരു മേഖലയിൽ ഇടപെട്ടിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കും. ഏതെങ്കിലും ഒരു കുട്ടിയെ ആണെങ്കിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്തിനാണ് മദ്യപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കാൻ, സാറ് മദ്യപിച്ചുകൊണ്ട് ഇത് ചോദിക്കാൻ സാറിന് എന്താ റൈറ്റ് എന്ന് ആ കുട്ടി ആദ്യം ചോദിക്കും. അതിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടേ എനിക്ക് അടുത്ത പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പഴയ പോലെ നമുക്ക് എന്താ പറയുന്നത്, ആദ്യകാലത്തൊക്കെ
പിന്നെ വണ്ടി നിർത്തിയിട്ട് കയറട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്ന ഒരു കാലമുണ്ട്. ഇന്ന് കയറട എന്ന് പറഞ്ഞു എന്ത് ചെയ്യും, എന്തിനാ സാറേ എന്ന് ചോദിക്കും. യെസ്, അതെ, മനസ്സിലായില്ലേ? അത് വി ഹാവ് ടു കൺവിൻസ് ദം, ഇതാണ് കാര്യം, ഇന്ന വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ പലപ്പോഴും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മാറിക്കഴിഞ്ഞു. പക്ഷെ അത് നമ്മളുടെ എന്താ പറയുന്നത്, സൊസൈറ്റിയിൽ എല്ലാ മേഖലയിലും ഉള്ളവർ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അത് ഉൾക്കൊള്ളണം. എന്നിട്ട് ആ മാതൃകാപരമായ പ്രവർത്തനത്തിൽ കൂടി. അപ്പം അത് പിന്നെ ഈ പറഞ്ഞ ഇതേ കാര്യം ഒരു അധ്യാപകൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാഷ്വലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ കുട്ടി സ്കൂളിൽ വന്ന് മദ്യപിച്ചു, സ്കൂളിൽ വന്ന്. അപ്പോൾ അതിൻ്റെ പരാതി പറഞ്ഞ് സാറേ അതൊന്ന് ഉപദേശിക്കണം, മറ്റു കാര്യമാണെന്ന് പറഞ്ഞ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രക്ഷിതാവിനെ വിളിച്ചൊന്ന് സാറിന് പറയാൻ മേലായിരുന്നു. അപ്പം രക്ഷിതാവിനെ വിളിച്ചു. അയാളൊരു പിന്നെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ രക്ഷിതാവിനെ വിളിച്ച് നിങ്ങളുടെ കുട്ടി ഇതുപോലെ തന്നെ സ്കൂളിൽ മദ്യം കൊണ്ടുവന്നിട്ട് പിന്നെ കുട്ടികൾക്ക് ആർക്കൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അവനത് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പഠിക്കാൻ വരുന്ന സ്ഥാപനമാണ്, അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അത് നിങ്ങൾ ശക്തമായിട്ട് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ആ രക്ഷിതാവ് പറഞ്ഞ മറുപടി, അവന് കഴിക്കാനുള്ള മദ്യം അവിടെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അവൻ എന്തിനാണ് ഇത് വാങ്ങി സ്കൂളിൽ കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിച്ചത്. ഓക്കെ. നമ്മൾ അപ്പോൾ എന്താണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്? അപ്പോൾ ആദ്യം ഞാൻ ഈ ആളിനോട് എന്ത് സംസാരിക്കണം? ശരിയാണ്. ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ശിക്ഷ അനിവാര്യ ഘടകമല്ല. പണ്ട് പിന്നെ ഇതായിരുന്നു നമ്മുടെ മുല്ലാ നസ്രുദ്ദീൻ്റെ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പിന്നെ എന്താ പറയണത്, സ്കൂളിൽ പോയി ഉടുപ്പ് വൃത്തികേടാക്കി വന്ന കുട്ടിയെ വൈകിട്ട് പിന്നെ മുല്ല അടിച്ചു. അപ്പോൾ ചോദിച്ചു എന്തിനാ എന്നെ അടിച്ചത്? അപ്പം നീ പോയി ഇന്ന് സ്കൂളിൽ പോയി നിൻ്റെ നല്ല ഡ്രസ്സല്ലേ ഇതും കൂടെ ഇത്രയും വൃത്തികേടാക്കിയിട്ട് വന്നില്ലേ, എന്നിട്ടാണെങ്കിൽ ഒരു മാർക്ക് പോലും ഇല്ല, കാര്യം അന്ന് ഇതും കൂടി കിട്ടിയതാണ്. അപ്പം അടുത്ത തവണ ആ കുട്ടി വളരെ ശ്രദ്ധിച്ച് പിന്നെ അടുത്ത സെഷനിൽ പഠിച്ചു, മാർക്കും വാങ്ങി, ഷർട്ടും റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോഴും മുല്ല അടി കൊടുത്തു. അപ്പോൾ ചോദിച്ചു എനിക്ക് മാർക്കും ഉണ്ട്, അതുപോലെ തന്നെ ഇത് ഒക്കെ ഉണ്ടായിട്ട് ഇന്ന് എന്തിനാ തല്ലിയെന്ന്. അന്നേരം പറഞ്ഞു നീ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എത്ര മണിക്ക് വരണം? 4 മണിക്ക് വരണം, അല്ലെങ്കിൽ 4:30 വരണം. 5 മണിക്കാണ് വന്നത് അല്ലേ? അപ്പം അതിനുള്ളതായതെന്ന് പറഞ്ഞു. ശരി, അതും തിരുത്തിക്കളയാം. അടുത്ത തവണ ഇതേപോലെ എല്ലാം കഴിഞ്ഞ് വളരെ പങ്ക്ച്വലായിട്ട് വന്നു, അന്നും മുല്ല കൊടുത്തൊരടി കൊടുത്തു. അപ്പോൾ ചോദിച്ചു ഇപ്പം എന്തിനാ എന്നെ തല്ലിയെന്ന്. അപ്പം പറഞ്ഞത് ഈ തല്ലിയതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റൈറ്റ് ആയി കഴിഞ്ഞാലും ശരി, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് തല്ല് കിട്ടും എന്നുള്ള പ്രതീക്ഷ നിൻ്റെ ജീവിതത്തിലുടനീളം വേണം. ഇതിനുള്ളതാണ് ഈ തല്ല്. അതെല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും വേണം. നമ്മൾ വിലപിച്ചിട്ടോ അതുകൊണ്ട് വഴിതെറ്റിപ്പോയിട്ടോ പുറംപോക്കിലേക്ക് പോയിട്ടോ ഒന്നും കാര്യം, എപ്പോഴും തല്ല് കിട്ടും. അത് നമ്മൾ എത്ര റൈറ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ അതാണ് ചുറ്റുപാട്. അപ്പം അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പം തന്നെ നമ്മൾ പിന്നെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി, ഇനി ഞാൻ അതോടുകൂടി എല്ലാം തകർന്ന് തീരുകയാണ് എന്നുള്ളതല്ല. ഈ തല്ല് ഏത് രീതിയിലുള്ള തല്ലാണെങ്കിലും അത് നമ്മൾ ചുറ്റുപാടിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കണം. അങ്ങനെ വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവനമുള്ളൂ. അപ്പോൾ അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അതാണ്. സോ താങ്ക് യു സോ മച്ച് സാർ. കോട്ടയത്തെ മുൻ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ആൻഡ് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണറാണ്. നമ്മുടെ ഈ ഒരു ടോക്കിൽ ഒരുപാട് സന്തോഷമായി, കാരണം കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരുപാട് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റി. തീർച്ചയായിട്ടും നല്ലൊരു ചാറ്റായിരുന്നു. സാറിനോട് സംസാരിക്കാൻ പറ്റിയതിലും സാറിൻ്റെ ഇത്രയും നേരം സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ സാർ ഇനിയും നമുക്ക് കേട്ടുമുട്ടാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. സോ ഇനിയും ഒരുപാട് പരിപാടികൾ സർഗക്ഷേത്ര 89.6 FM നമുക്ക് കേൾക്കാനുണ്ട്. പക്ഷെ കുറച്ച് മുൻപേ നമ്മുടെ സംസാരത്തിൽ വന്നൊരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വേണ്ട എന്നുള്ള കാര്യമാണെങ്കിൽ അത് വേണ്ട എന്ന് തന്നെ പറയാനുള്ള ഒരു ധൈര്യം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. സോ സ്റ്റേ ട്യൂൺഡ് ടു സർഗക്ഷേത്ര 89.6 FM. നമ്മോടൊപ്പം ഇത് ജയചന്ദ്രൻ സാറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അന്നയും 89.6 FM സർഗക്ഷേത്ര.